ജപ്പാനിലെ പുരാതന നഗരമായ ക്യോട്ടോയ്ക്ക് സമീപമുള്ള ഫുഷിമി ഇനാരി എന്ന വലിയ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ. ഷിൻഡോ മതക്കാരുടെ ഒരു ഷ്രൈനും തോറി എന്ന ഗേറ്റുകളുടെ നിരയുമെല്ലാമാണ് ഇവിടുത്തെ കാഴ്ച. ആ കാഴ്ചയെല്ലാം കണ്ട് ഇറങ്ങി വരുമ്പോൾ പ്രധാന ക്ഷേത്രത്തിന് അനുബന്ധമായി നിരവധി ട്രഡീഷണൽ കെട്ടിടങ്ങൾ, കുറുക്കന്മാരുടെ ശില്പങ്ങൾ. ഷിൻഡോ മതവിശ്വാസപ്രകാരം കൃഷിയുടെ ദേവതയായ കാമി ഇനാരിയുമായി ബന്ധമുള്ള മൃഗമാണ് കുറുക്കൻ. ഫുഷിമി ഇനാരി ഷ്രൈനിന്റെ പരിസരത്ത് നിരവധി കെട്ടിടങ്ങളുണ്ട്. അതെല്ലാം അമ്പലവുമായി ബന്ധപ്പെട്ടതാണ്. മണ്ഡപങ്ങൾ, പൗലിയനുകൾ, പടിപ്പുരകൾ, ഇങ്ങനെ പലതും. അതിനൊക്കെ കൃത്യമായ കളർ സ്കീമുണ്ട്, വൃത്തിയുണ്ട്, സൗന്ദര്യമുണ്ട്. അതൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തും. ഒരു വലിയ പ്രദേശം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ. പടിപ്പുരകളൊക്കെ സായന്തന സൂര്യന്റെ പ്രഭയിൽ ജ്വലിച്ചു നിൽക്കുകയാണെന്ന് തോന്നും. പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ജനസമൂഹമാണ് ജപ്പാൻകാർ. ഒപ്പം കലാബോധവും സാംസ്കാരിക ബോധവും നിലനിർത്തുന്നു. കല്ലിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി ടൂറിസ്റ്റുകൾ വരുന്നു. നേരം 6 മണിയാകാറായി. ഇനിയിപ്പോൾ അധികം ടൂർ സംഘങ്ങൾ ഇവിടേക്ക് വരില്ല. വിദേശികളും സ്വദേശികളുമായ സന്ദർശകർ നിറഞ്ഞ കൽപ്പടവുകളിലൂടെ ഞങ്ങൾ തിരികെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോഴും വഴിയിൽ ഷിൻഡോ മതക്കാരുടെ ചിഹ്നമെന്ന് പറയാവുന്ന ഗേറ്റുകൾ കാണാം. അത്തരം ആയിരക്കണക്കിന് ഗേറ്റുകളുള്ള സെൻബോൺ തോറി എന്ന വഴിയിലൂടെ കുറേ ദൂരം നടന്ന ശേഷമാണ് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്നത്. ബസ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് കുറച്ചു ദൂരം നടക്കണം. നടക്കുന്ന വഴിയുടെ ഓരങ്ങൾ മുഴുവൻ പലഹാരക്കടകളാണ് കാണുന്നത്. ജാപ്പനീസ് പലഹാരങ്ങൾ പ്രശസ്തമാണ്. 6 മണിയായതോടെ പല കടകളും അടച്ചു തുടങ്ങി. അടയ്ക്കാത്ത കടകളിലൊന്നിൽ രസകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു അമ്മൂമ്മ നടത്തുന്ന കടയാണ്. 90 വയസ്സുണ്ടെന്നാണ് തോന്നുന്നത്. എങ്കിലും വളരെ സജീവമാണ്. നമ്മുടെ നാട്ടിലെ ഒരു അമ്മൂമ്മയെപ്പോലെ തന്നെ. പല്ലൊന്നുമില്ലാത്ത ഐശ്വര്യമുള്ള ഒരു മുത്തശ്ശി. അവരാണ് പ്രധാന കടക്കാരി. വേറെ ചില കടകളിൽ വലിയ തിരക്കാണ്. അവിടെയും കൂടുതലും ജാപ്പനീസ് ഭക്ഷണ പദാർത്ഥങ്ങളാണ് വിൽക്കുന്നത്. മനോഹരമായ തെരുവാണ്. കല്ലുവിരിച്ച തെരുവ്. അതിലൂടെ നടന്ന് 2 റെയിൽവേ ഗേറ്റുകൾ കടക്കണം. ഫുഷിമി ഇനാരി ഷ്രൈനിലേക്ക് പോകുമ്പോഴും ഇതിങ്ങനെ കടന്നിരുന്നു. റെയിൽവേ ക്രോസ് കടന്നു ചെല്ലുമ്പോൾ ഒരു കനാൽ കാണാം. ജപ്പാനിൽ ഏതു നഗരത്തിലും ജലസേചന സൗകര്യത്തിനു വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഉണ്ടാക്കിയ കനാൽ സിസ്റ്റമുണ്ട്. ചില കടകളിൽ കിമോണോ എന്ന വസ്ത്രം വാടകയ്ക്ക് കൊടുക്കും. ക്ഷേത്രത്തിൽ കയറാൻ വരുന്നവർ ട്രഡീഷണൽ വസ്ത്രം ധരിക്കണമെന്നാണ് ഇവരുടെ വിശ്വാസം. മോഡേൺ വസ്ത്രമിട്ട് വരുന്ന ഇന്നാട്ടുകാർ അത് ഇവിടെ നിന്ന് റെന്റിനെടുക്കും. ഫുഷിമി ഇനാരി വില്ലേജ് എന്നു പേരുള്ള ഒരു റെസ്റ്റോറന്റ് ഇവിടെയുണ്ട്. അതൊന്ന് കാണണമെന്ന് കരുതി കയറി ചെന്നതാണ്. അകത്താണ് റെസ്റ്റോറന്റ്. അവിടെ കയറി കാണാനുള്ള സമയമില്ല. അതുകൊണ്ട് തിരികെ നടന്നു. 2ാമത്തെ റെയിൽവേ ക്രോസിൽ ചെല്ലുമ്പോൾ ട്രെയിനുകൾ തലങ്ങും വിലങ്ങും പോകുന്നത് കാണാം. ബുള്ളറ്റ് ട്രെയിൻ അല്ലാത്ത സാധാരണ ട്രെയിനുകളാണ് ഇതൊക്കെ. ഡബിൾ ഡക്കർ ട്രെയിനുകളും സർവീസ് നടത്തുന്നുണ്ട് ജപ്പാനിൽ. ഞാൻ ഗേറ്റിനടുത്തേക്ക് നടന്നു ചെന്നു. പെട്ടെന്ന് തന്നെ ഗേറ്റ് തുറക്കും. നമുക്ക് കടന്നു പോകാം. ഇവിടെയൊന്നും ഓവർബ്രിഡ്ജ് സംവിധാനമില്ല. ഇത് ഫുഷിമി ഇനാരി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ അടുത്തടുത്തായി 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. രസകരമായ ഒരു കാര്യം റെയിൽവേ സ്റ്റേഷനിൽ കണ്ട കുറേ ബോർഡുകളാണ്. വേസ്റ്റ് ഇടരുത്, പുകവലിക്കരുത്, വെറുതെ ചുറ്റി നടക്കരുത്, നിശബ്ദത പാലിക്കണം തുടങ്ങിയ അറിയിപ്പുകളാണ്. വേറൊരു ബോർഡ് ഇതാണ്: റെയിൽവേ സ്റ്റേഷനിൽ സെൽഫി സ്റ്റിക്കും പിടിച്ചുള്ള സെൽഫി എടുക്കലും പാടില്ല. അത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തും. ബസ്സിൽ കയറി യാത്ര തുടരുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. ഇനി ഞങ്ങൾ ഒസാക്കയിലേക്ക് മടങ്ങുകയാണ്. സംഘത്തിലുള്ള എല്ലാവരും കൃത്യസമയത്ത് തന്നെ ബസ്സിലേക്കെത്തിയിരുന്നു. മടങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ജപ്പാൻകാരുടെ ചില രീതികളെയും മര്യാദകളെയും കുറിച്ചാണ്. പൊതുസ്ഥലങ്ങളിലും ഓഫീസുകളിലുമൊക്കെ ഇവർ പുലർത്തുന്ന മര്യാദകളുണ്ട്. അത് വളരെ കർശനമായി പാലിക്കുന്നവയാണ്. ഒരു പ്രധാന കാര്യം, ഒരു പോലീസുകാരനെ പോലും ഈ ദിവസങ്ങളിലൊന്നും ഞങ്ങൾ എവിടെയും കണ്ടില്ല എന്നതാണ്. വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നവരെയോ അട്ടഹസിക്കുന്നവരെയോ ഒന്നും നിങ്ങൾ ജപ്പാനിലെ തെരുവുകളിൽ കാണില്ല. ഇവരുടെ ആചാരമര്യാദകളിൽ പ്രധാനമാണ് മറ്റുള്ളവർക്ക് അലോസരമുണ്ടാക്കാത്ത വിധം പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുക എന്നത്.
ട്രെയിനുകളിലും ബസ്സുകളിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് ശല്യമാകും വിധം ഫോണിൽ സംസാരിക്കുകയോ തിക്കിത്തിരക്കുകയോ ചെയ്യില്ല ഇന്നാട്ടുകാർ. മീറ്റിംഗുകൾക്കും മറ്റും അല്പം വൈകിയെത്തിയാലേ ജനശ്രദ്ധ കിട്ടൂ എന്ന് ചിന്തിക്കുന്ന ചില രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുള്ള നാടാണല്ലോ നമ്മുടേത്. ജപ്പാനിൽ ഏത് മുതിർന്ന നേതാവും സാധാരണക്കാരുമെല്ലാം എവിടെയും 5 മിനിറ്റെങ്കിലും മുൻപേ എത്തും. ഒരു കടയുടെയോ ടിക്കറ്റ് കൗണ്ടറിന്റെയോ മുന്നിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ എത്തിയാൽ ഓട്ടോമാറ്റിക്കായി അവർ ക്യൂ നിൽക്കുന്നത് ജപ്പാനിലെ പതിവ് കാഴ്ചയാണ്. ചെറുപ്പകാലത്ത് തന്നെ ഇവർ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമാണ് എവിടെയും തിക്കിത്തിരക്കാതെ അവനവന്റെ ഊഴത്തിനായി കാത്തു നിൽക്കണമെന്നത്. യൂറോപ്പിലൊക്കെ കാണുന്ന വിധം പൊതുസ്ഥലങ്ങളിൽ വെച്ച് പുരുഷനും സ്ത്രീയും ആലിംഗനം ചെയ്യുന്നതും ചുംബിക്കുന്നതുമൊക്കെ ഇവിടുത്തെ ആചാരപ്രകാരം തെറ്റാണ്. പരസ്പരം സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക എന്നതാണ് ഇന്നാട്ടുകാരുടെ മറ്റൊരു മര്യാദ. വ്യക്തിശുചിത്വത്തിന്റെ കാര്യത്തിലും ജപ്പാൻകാർ ഏറെ മുന്നിലാണ്. 1.5 മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഒസാക്ക പട്ടണത്തിലേക്ക് തിരികെ എത്തി. നേരം 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഒസാക്ക അപ്പോഴും സജീവമാണ്. പക്ഷേ ട്രാഫിക് കഞ്ചഷനോ ബ്ലോക്കുകളോ കാണുകയേയില്ല. അതാണ് ശാസ്ത്രീയമായ പ്ലാനിംഗ്. നദികളൊക്കെ ആഘോഷ കേന്ദ്രങ്ങളാണ്. മനോഹരമായി ലൈറ്റപ്പ് ചെയ്ത ക്രൂസ് ബോട്ടുകൾ ഡിന്നർ ക്രൂസ് നടത്തുന്ന ബോട്ടുകളാണ്. ഒസാക്കയിൽ അന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ താമസിക്കുന്ന ആർട്ട് ഹോട്ടലിന്റെ 35-ാം നിലയിലെ മുറിയിലിരുന്ന് ഞാൻ നഗരത്തെ കാണുകയാണ്. നഗരം ഉണർന്നു വരുന്നു. മഹാനഗരമായ ഒസാക്ക. 1.25 കോടി ആളുകൾ ഗ്രേറ്റർ ഒസാക്കയിലുണ്ട്. നഗരഹൃദയമായ ഒസാക്ക സിറ്റിയിൽ മാത്രം 27.5 ലക്ഷം ജനം വസിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളുടെ സംഘം ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. നല്ല ഹോട്ടലാണ്. എല്ലാവരും ലഗേജൊക്കെ എടുത്ത് മുറികളിൽ നിന്ന് ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് പുറപ്പെടേണ്ട സമയമായി. 8:30-ക്കാണ് പുറപ്പെടുന്നത്. എല്ലാവരും റെഡിയായി ലോബിയിലെത്തിയിരിക്കുന്നു. ടാക്സണും സമീലും ഇന്നത്തെ പരിപാടികളൊക്കെ ഒന്നുകൂടി വിലയിരുത്തുന്നു. ഞങ്ങളുടെ ലഗേജുകളെല്ലാം മറ്റൊരു ട്രക്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ താമസിക്കുന്ന ഹിരോഷിമയിലെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. കാരണം ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിനിലാണ് അവിടേക്ക് പോവുക. സംഘാംഗങ്ങളെല്ലാം ഇന്നത്തെ യാത്ര തുടങ്ങുന്നതിന്റെ ആവേശത്തിലാണ്. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഒസാക്ക നഗരം വിട്ടുപോകുന്നില്ല. ഈ പ്രദേശത്ത് കുറെ കാഴ്ചകൾ കൂടിയുണ്ട്. ഞങ്ങളെല്ലാവരും ബസ്സിനകത്തേക്ക് കയറിയിരുന്നു. യാത്ര തുടങ്ങുമ്പോൾ ഒരു ബ്രീഫിംഗ് ഉണ്ട്. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കും. ടൂർ മാനേജർ സമീലും ഗൈഡ് ടാക്സണും അത് വിശദമായി പറഞ്ഞുകൊടുക്കും. ഇന്ന് ഞങ്ങൾ ആദ്യം പോകുന്നത് ഒസാക്ക കാസിൽ കാണാനാണ്. ഒസാക്ക പ്രദേശത്തിന്റെ പഴയ നാടുവാഴികളുടെ കൊട്ടാരം കാണാൻ. ജപ്പാനിലെ എല്ലാ പ്രദേശങ്ങളിലും മുൻപ് ഓരോ നാടുവാഴികൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ഓരോ കാസിലും ഉണ്ടായിരുന്നു. നാര, ക്യോട്ടോ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം അതുണ്ട്. ഈ ഒസാക്കയിലും. ആ കാസിലിരുന്നാണ് നാടുവാഴികൾ ഭരിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള നാടുവാഴികളെയെല്ലാം നിയന്ത്രിച്ചിരുന്നത് ജാപ്പനീസ് ചക്രവർത്തിയാണ്. നാടുവാഴിത്തം അപ്രത്യക്ഷമായെങ്കിലും ചക്രവർത്തിയാണ് ഇപ്പോഴും ജപ്പാൻ എന്ന രാഷ്ട്രത്തിന്റെ തലവൻ. നമ്മൾ ഒസാക്കയിലെ നാടുവാഴിയുടെ കാസിലാണ് ഇന്ന് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് നാരാ പട്ടണത്തിലേക്ക് പോവുകയും വേണം. ഇവിടെ തലയ്ക്ക് മുകളിൽ കൂടിയാണ് ഹൈവേയും പ്രധാന റോഡും റെയിൽവേ സിസ്റ്റവും എല്ലാം പോകുന്നത്. ഇങ്ങനെ 2ഉം 3ഉം ലെവലുകളിൽ ഗതാഗത സംവിധാനമുള്ളതുകൊണ്ട് നഗരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നില്ല. നമ്മുടെ നഗരങ്ങൾ മിക്കതും ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആകേണ്ടി വരും. എത്രയോ ഉയരത്തിൽ കൂടിയാണ് റോഡ് പോകുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരു 6 നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ഈ ഹൈവേ. ഈ കാണുന്ന കെട്ടിടത്തിന്റെയൊക്കെ നിലകളുമായിട്ട് താരതമ്യം ചെയ്താൽ അത് മനസ്സിലാകും. താഴത്തെ തെരുവിൽ വാഹന തിരക്കേയില്ല. വളരെ ശാന്തമാണ് ഗതാഗതം. നഗരത്തിനകത്തു മുഴുവൻ ഇങ്ങനെ എലിവേറ്റഡ് ഹൈവേകളുണ്ട്. 1950കളിലാണ് ജപ്പാനിൽ എലിവേറ്റഡ് ഹൈവേകൾ വന്നു തുടങ്ങിയത്. NHK ഒസാക്ക ഹാൾ എന്ന കൺസേർട്ട് ഹാളാണിത്. അത് കഴിഞ്ഞ് ഈ ഇടതുവശത്ത് കാണുന്നത് ഒസാക്ക ലോക്കൽ ഗവൺമെന്റിന്റെ ഓഫീസും ഒസാക്ക പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഒക്കെയാണ്. അത് പിന്നിട്ടെത്തുന്നത് ഒസാക്ക കാസലിന്റെ പരിസരത്തേക്കാണ്. അവിടുത്തെ പാർക്കിംഗ് ഏരിയയൊക്കെയാണ് ആ കാണുന്നത്. അതിവിശാലമായ ഒരു ഉദ്യാനത്തിന് നടുവിലാണ് ഒസാക്ക കാസിൽ.
അങ്ങോട്ട് ചെല്ലുമ്പോൾ ടൂറിസ്റ്റുകളുടെ പ്രളയമാണ്. കൊടിയും പിടിച്ചങ്ങനെ നീങ്ങുന്ന ടൂർ ഗൈഡിനൊപ്പം ടൂർ സംഘങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിവിശാലമായ പാർക്കിംഗ് ഏരിയ, നല്ല വൃത്തിയുള്ള പരിസരം. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ അവിടെ ബസ്സിൽ നിന്നിറങ്ങി കാസിലിന്റെ പാർക്കിങ്ങിലേക്ക്. ചെറിമരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വലിയൊരു ഉദ്യാനം, ആയിരക്കണക്കിന് ചെറിമരങ്ങൾ. ഇവിടെ വരുന്നതോടെ ആർക്കും ചെറിപ്പൂക്കൾ കാണാനുള്ള കൊതി തീരും. ഞങ്ങളുടെ സംഘത്തിലെ ചിലർക്ക് ചെറിപ്പൂക്കൾ കാണാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ആ ആശങ്ക തീർന്നു കിട്ടി. ഇവിടെ വലിയൊരു കിടങ്ങുണ്ട്. കാസിലിനെ ചുറ്റി നിർമ്മിച്ച കിടങ്ങാണ്. ആ കിടങ്ങിനപ്പുറത്ത് കൂറ്റൻ കൽക്കെട്ടുകൾ, അതിനപ്പുറത്താണ് കാസിൽ. അപ്പോൾ കാസിലിലേക്ക് പോകണമെങ്കിൽ കുറച്ചു ദൂരം നടക്കണമെന്ന് മനസ്സിലായി. ഏതാണ്ട് 1 കിലോമീറ്റർ. അങ്ങോട്ട് ബസ് പോകില്ല. എല്ലാവരും നടന്നു തന്നെയാണ് പോകുന്നത്. ഈ നടത്തത്തിനിടെ ആവശ്യത്തിന് ഫോട്ടോ എടുക്കാൻ സൗകര്യമുണ്ട്. എല്ലാവരും ചെറിച്ചിടിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നു. കിടങ്ങിനെ ഒന്ന് ചുറ്റി വേണം കടന്നു പോകാൻ. ജപ്പാന്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഒസാക്ക കാസിലിന്. പരസ്പരം പോരടിച്ചു കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ച് ജപ്പാൻ എന്ന സാമ്രാജ്യം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കാസിലാണിത്. 16-ാം നൂറ്റാണ്ടിൽ ടൊയോട്ടോമി ഹിഡേയോഷി എന്നു പേരുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഇവിടെ. സമീപത്തെ നാട്ടുരാജ്യങ്ങളെയെല്ലാം ആക്രമിച്ചും അനുനയിപ്പിച്ചും വിശാല ജപ്പാൻ സാമ്രാജ്യം രൂപീകരിച്ചത് അദ്ദേഹമാണ്. നിരന്തര യുദ്ധങ്ങൾ അരങ്ങേറിയിരുന്നതിനാൽ തനിക്ക് ശക്തമായ ഒരു കോട്ട വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പണ്ട് ഈ പ്രദേശത്ത് ഇഷിയാമ ഹോങ്ങാൻജി എന്നൊരു ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഹിഡേയോഷി അതിശക്തമായ ഒരു കാസിൽ പണി ആരംഭിച്ചു. അതാണ് ഒസാക്ക കാസിൽ. വലിയൊരു കിടങ്ങാണ് കാസിലിന് ചുറ്റും. വലിയൊരു തടാകം പോലെ കിടക്കുകയാണ് കിടങ്ങ്. ആ കിടങ്ങിനെ ചുറ്റി വേണം കാസിലിലേക്ക് പോകാൻ. ഒരു ഭാഗത്തുകൂടിയേ കാസിലിന്റെ പ്രധാന ഭാഗത്തേക്ക് എൻട്രൻസ് ഉള്ളൂ. കിടങ്ങ് ക്രോസ് ചെയ്ത് ചെല്ലുമ്പോൾ കൂറ്റൻ മതിൽക്കെട്ടുകൾ കാണാം. മതിലിന്റെ കാഴ്ച തുടങ്ങിയിട്ടേയുള്ളൂ. ഭീമാകാരമുള്ള കല്ലുകൾ ചേർത്തടുക്കി നിർമ്മിച്ച മതിൽക്കെട്ട്. 16-ാം നൂറ്റാണ്ടിൽ പണിത മതിലിന്റെ കുറേ ഭാഗങ്ങളെ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. പല പല യുദ്ധങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും തകർന്ന മതിൽ. അത് ആദ്യം നിർമ്മിച്ച രൂപത്തിൽ പിന്നീട് പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് പടയാളികൾ ഈ മതിലുകൾക്ക് ചുറ്റും കാവൽ നിന്നിരുന്ന ഒരു കാലമുണ്ട്. നിരവധിയായ യുദ്ധങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും ഭരണാധിപന്മാരുടെ ആത്മഹത്യകളുടെയും കഥകൾ പറയാനുണ്ട് ഒസാക്ക കാസിലിന്. ഇവിടെ കുറെ വണ്ടികൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതെല്ലാം റെസ്റ്റോറന്റുകളാണ്, ഫുഡ് വാനുകൾ. വാഹനങ്ങൾക്കകത്തൊക്കെ കിച്ചണുകളാണ്. അതിന് മുൻപിൽ മടക്കുന്ന മേശകസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. കുറെ ആളുകൾ ഭക്ഷണം കഴിച്ചങ്ങനെ ഇരിക്കുന്നുമുണ്ട്. ഇത്തരം റെസ്റ്റോറന്റുകൾക്കായി ഒരു സ്ഥലം മാറ്റിവെച്ചിരിക്കുകയാണ്. തോന്നുന്നിടത്തൊന്നും ഇത് തുടങ്ങാൻ പറ്റില്ല. അനുവദിച്ചിരിക്കുന്ന സ്ഥലത്ത് ഫുഡ് വെഹിക്കിളുകൾ വന്നു കിടക്കും. അതിൽ പലതരം ജാപ്പനീസ് വിഭവങ്ങൾ വിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു എൻട്രൻസിലേക്കെത്തി. ജനപ്രവാഹമാണിവിടെ. ഈ ഭാഗത്തു വെച്ചാണ് നമ്മൾ ശരിക്കും കിടങ്ങിനെ പൂർണ്ണമായും ക്രോസ് ചെയ്യുന്നത്. അത് കടന്നു ചെല്ലുമ്പോൾ കൂറ്റൻ പാറകളാണ് കാഴ്ച. സക്കുറോമോൺ മസുഗാത്ത സ്ക്വയർ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. കൂറ്റൻ പാറയുടെ ബ്ലോക്കുകൾ അടുക്കിയാണ് ഈ ഭാഗം പണിതിരിക്കുന്നത്. നമ്മൾ ഞെട്ടിപ്പോകും. അതിന്റെ പെർഫെക്ഷൻ നോക്കൂ. ഓരോ കല്ലും അടുക്കിയിരിക്കുന്നത് ഗ്യാപ്പില്ലാതെയാണ്. ഓരോ ഗ്യാപ്പിനുമനുസരിച്ചുള്ള രൂപത്തിൽ മുറിച്ചെടുത്തതുപോലെയാണ് കല്ല്. അത് കഴിഞ്ഞു ചെല്ലുമ്പോൾ ഒരു വലിയ കെട്ടിടമുണ്ട്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിടം. പഴയകാലത്ത് പട്ടാള ബാരക് നിലനിന്നിരുന്ന സ്ഥലത്ത് 1931 ചുടുകട്ട കൊണ്ട് പണിതതാണ് ഈ കെട്ടിടം. ഇതല്ല ശരിക്കും കാസിൽ. നേരെ മുന്നിൽ കാണുന്ന ആ കെട്ടിടമാണ് ഒസാക്ക കാസിൽ. ടൊയോട്ടോമി ഹിഡേയോഷി എന്ന ശക്തനായ ഭരണാധികാരിയുടെ ആസ്ഥാനമായിരുന്നു കാസിൽ. ഈ കാസിൽ ജപ്പാന്റെ ഒരു ഐക്കണാണ്. ഞങ്ങൾ അതിനകത്തേക്ക് കയറുന്നില്ല ഇപ്പോൾ.
അതിനുള്ള സമയമില്ല എന്നതാണ് കാരണം. കുറേ സമയം ക്യൂ നിൽക്കേണ്ടി വരും. സംഘത്തിലുള്ളവർ കാസിലിനകത്ത് കയറി സമയം കളയേണ്ടെന്നും നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോകാമെന്നുമാണ് പറയുന്നത്. അവിടെ വെച്ച് എല്ലാവരും ക്യാമറയ്ക്ക് മുന്നിൽ ഒന്ന് അണിനിരന്നു. ഞാനാണ് ക്യാമറാമാൻ എന്നതിനാൽ ഞാൻ ആ കൂട്ടത്തിലില്ല. മറ്റെല്ലാവരുടെയും വീഡിയോ മാത്രമല്ല, സ്റ്റില്ലുകളും എടുത്തു. ഞാൻ പിന്നെ തനിച്ചു നിന്ന് ഒരു ഫോട്ടോയും എടുത്തു. നമ്മുടെ സംഘത്തെ കൂടാതെ മലയാളികളായ കുറച്ചു സംഘങ്ങൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കെന്നെ ഇവിടെ വെച്ച് കണ്ടതിൽ വലിയ സന്തോഷമായി. അവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങൾ ഇനി തിരിച്ചു നടക്കുകയാണ്. സക്കുറ മോൺ മസുഗാത്ത എന്നാണ് ഈ സ്ക്വയർ അറിയപ്പെടുന്നത്. ആരെയും അത്ഭുതപ്പെടുത്തുക മതിൽ പണിതിരിക്കുന്ന ഈ കല്ലുകളുടെ വലിപ്പമാണ്. കൂറ്റൻ പാറകൾ, 100 ടണ്ണിലേറെ വരെ ഭാരമുള്ള കൽ ബ്ലോക്കുകൾ ഇവിടെയുണ്ട്. ആ കാണുന്ന ഒറ്റക്കല്ലിന്റെ ഭാരം മാത്രം 108 ടണ്ണാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അത്രയും ഭാരമുള്ള കൽ ബ്ലോക്കുകൾ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അടുക്കിയടുക്കി വെച്ചുവെന്ന് അത്ഭുതപ്പെട്ടു പോകും. ഈജിപ്തിലെ പിരമിഡിൽ പോലും അത്രയും വലിപ്പമുള്ള കല്ലുകളില്ല. ഞാൻ കാസിലിൽ നിന്നും പുറത്തേക്കുള്ള പ്രധാന ഗേറ്റിലേക്കെത്തി. ഗേറ്റിനപ്പുറവും വിശാലമായ ഒരു സ്ക്വയറാണ്. അതിലൂടെ കാസിലിനകത്തേക്ക് ഇപ്പോഴും ജനം പ്രവഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ജപ്പാനിലെ ടൂറിസം എന്ന് പറയുന്നത്. പതിനായിരങ്ങളാണ് ഓരോ ദിവസവും ഓരോ ഡെസ്റ്റിനേഷനിലും എത്തുന്നത്. കിടങ്ങുകൾ കടന്ന് ഞങ്ങൾ പുറത്തേക്ക് നടക്കുമ്പോഴും ജനപ്രവാഹം തന്നെയാണ് കാഴ്ച. ഈ കൂട്ടത്തിൽ ധാരാളം ഇന്ത്യക്കാരുമുണ്ട്. 2-3 ഗ്രൂപ്പ് മലയാളികളെയും ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടിരുന്നു. കേരളത്തിൽ നിന്നുള്ള പല ടൂർ കമ്പനികൾ കൊണ്ടുവന്ന സംഘങ്ങൾ. ഇവിടെ നിന്നിനി ബസ്സിനടുത്തേക്ക് ഞങ്ങൾ ബഗിയിലാണ് പോകുന്നത്. ഇങ്ങോട്ട് വന്നതുപോലെ 1 കിലോമീറ്റർ തിരിച്ചു നടക്കേണ്ട എന്ന് തീരുമാനിച്ചു. എല്ലാവർക്കും വേണ്ടി ബഗി അറേഞ്ച് ചെയ്തു. 2 ബഗികൾ. അതിൽ 2ലും കൂടി 36 പേർക്ക് പോകാം. ഇദ്ദേഹമാണ് ഡ്രൈവർ. ബഗിയിൽ ഒരു പാട്ടിട്ടിട്ടുണ്ട്. അതല്പം ശല്യമാണ്. ബഗി ഡ്രൈവർ ഇംഗ്ലീഷ് സംസാരിക്കും. ഒസാക്ക കാസിലിൽ നിന്നുള്ള മടക്കയാത്ര തുടങ്ങി. ബഗിയിലെ യാത്ര വലിയ സൗകര്യമാണ്. ചെറിയ തുക കൊടുത്താൽ ഇങ്ങനെ സംഘങ്ങൾക്ക് ഇവിടെ നിന്നും പാർക്കിങ്ങിലേക്ക് പോകാം. കിടങ്ങിന്റെ വക്കത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെറിമരങ്ങൾ. ഒരു സ്ഥലത്ത് ഏതു മരം നടണമെന്ന് പോലും ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫോം ഫില്ല് ചെയ്യുകയാണ്. ട്രിപ്പ് റിപ്പോർട്ടാണത്. ട്രിപ്പ് ഷീറ്റ് എഴുതാൻ ആൾ മറന്നുപോയി. വണ്ടി അവിടെ പോയി നിന്നതിനു ശേഷം അത് ഫില്ല് ചെയ്യാമെന്ന് കരുതുകയല്ല. ആള് കയറുന്നതിന് മുൻപ് പൂരിപ്പിക്കേണ്ട ഫോമാണ്. നമ്മളൊക്കെയാണെങ്കിൽ അതെല്ലാം കൂടി ഒന്നിച്ച് ഫില്ല് ചെയ്യാമെന്ന് വെക്കുമല്ലോ. ഇതാണ് ഇവരുടെ അച്ചടക്കം എന്ന് പറയുന്നത്. നമുക്ക് ആദരവ് തോന്നും. ഇവിടുത്തെ ഒരു ബഗി ഡ്രൈവർ പോലും ഒരു ട്രിപ്പ് തുടങ്ങുന്നതിന് മുൻപ് എത്ര പേർ ബഗിയിൽ കയറി എന്നുള്ളതും എപ്പോൾ പുറപ്പെട്ടു എന്നുള്ളതും ആ ഫോമിൽ ഫില്ല് ചെയ്തിരിക്കണം. ആരും അത് നോക്കാനും അന്വേഷിക്കാനും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അയാൾ അത് ചെയ്തിരിക്കും. ഇതൊക്കെ തന്നെയാണ് ജപ്പാന്റെ വളർച്ചയുടെ അടിസ്ഥാനം. അച്ചടക്കത്തെ ഒരു പ്രധാന മൂല്യമായി കാണുന്ന സംസ്കാരമാണ് ജപ്പാനിലേത്. വിദ്യാഭ്യാസത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, വ്യക്തിജീവിതത്തിലാവട്ടെ അച്ചടക്കം പ്രധാനമാണ്. ചെറുപ്പം മുതൽ ഇവർ സ്വന്തമാക്കുന്ന ശീലങ്ങളുടെ ഭാഗമാണത്. ബസ് പാർക്കിങ്ങിൽ ഞങ്ങളെ ഇറക്കിവിട്ട് വണ്ടികൾ പോയി. ഞങ്ങൾ ബസ്സിലേക്ക് നടന്നു. ഇനി നമ്മൾ നാര എന്ന പട്ടണത്തിലേക്ക് പോവുകയാണ്. ജപ്പാന്റെ പഴയ തലസ്ഥാനമായിരുന്നു നാര. ഒരു സാംസ്കാരിക നഗരമാണത്. ഇവിടെ നിന്ന് 3/4 മണിക്കൂറിന്റെ യാത്രയുണ്ട് നാരയിലേക്ക്. ടോൾ ഗേറ്റുകൾ കാണുക. ബസ് ഓടിയങ്ങ് ചെല്ലുമ്പോൾ തന്നെ ഗേറ്റ് തുറന്നു കിട്ടും. ഒരു സെക്കൻഡ് പോലും കാത്തു കിടക്കേണ്ടതില്ല. ഒസേ പ്രദേശത്തെ ടോൾ ഗേറ്റാണ് പിന്നിട്ടത്. തുടർന്ന് മൊറോനോക്കി ടണൽ എന്ന തുരങ്കപാതയിലൂടെയായി യാത്ര. ടോൾ ഗേറ്റ് ജപ്പാനിൽ എല്ലായിടത്തുമുണ്ട്. ടോൾ കറൻസിയായി കൊടുക്കുന്നില്ലെന്നേയുള്ളൂ. ഇലക്ട്രോണിക്കായി പണം പോകുന്നുണ്ട്. ടോൾ കൊടുക്കാൻ നിർത്തി വലയ്ക്കുന്നതാണല്ലോ നമുക്ക് ശീലം. ജംഗ്ഷനുകൾ, ഹൈവേകൾ, അക്വാഡക്റ്റുകൾ, വയാഡക്റ്റുകൾ എന്നിവയൊക്കെ പിന്നിട്ടാണ് യാത്ര. ചിലയിടത്തെത്തുമ്പോൾ നിരന്ന കൃഷിയിടങ്ങൾ കാണാം.
അതൊക്കെ കണ്ടങ്ങനെയിരിക്കുമ്പോഴും ജാപ്പനീസ് ജനതയുടെ അച്ചടക്കത്തെക്കുറിച്ചായിരുന്നു എന്റെ ചിന്ത. കുട്ടികളെ വീടുകളിലും സ്കൂളുകളിലും വെച്ച് അച്ചടക്കം കൃത്യമായി പഠിപ്പിച്ചാൽ അത് ഒരു നാടിന് എങ്ങനെ ഗുണകരമാകുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജപ്പാൻ. തന്റെ പ്രവൃത്തി മറ്റൊരാൾക്ക് അലോസരമുണ്ടാക്കരുതെന്ന് ജപ്പാനിലെ ഓരോ ആളും വളരെ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്. ബസ് കൊയ്സുമിച്ചോ എന്നൊരു പട്ടണത്തിലേക്കെത്തി. സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പട്ടണമാണ് കൊയ്സുമിച്ചോ. കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കുമുള്ള കനാലുകൾ ഇവിടെയുമുണ്ട്. ഇതാണ് കൊയ്സുമിച്ചോ പട്ടണം. സെൻ ബുദ്ധിസത്തിന്റെ ഒരു കേന്ദ്രമാണിവിടം. ആ പട്ടണ കാഴ്ചകളിലൂടെ ഞങ്ങൾ സഞ്ചാരം തുടർന്നു.